ഡിഫൈനൈറ്റ് ആർട്ടിക്കിൾ ഉപയോഗിക്കുന്നത് ഒരു പ്രത്യേക കാര്യത്തെയോ വസ്തുവിനെയോ പൊതുവായി പറയുവാനാണ്. അതുപോലെ ആ ഈ എന്നർത്ഥത്തിലാണ് ഡിഫൈനൈറ്റ് ആർട്ടിക്കിൾ ഉപയോഗിക്കുന്നത്. ഏകവചന നാമങ്ങൾക്ക് മുന്നിലും ബഹുവചന നാമങ്ങൾക്ക് മുന്നിലും എണ്ണാൻ കഴിയാത്ത നാമങ്ങൾക്ക് മുന്നിലും ഉപയോഗിക്കുന്നു. അതായത് സിംഗുലർ, പ്ലൂറൽ, അൺകൗണ്ടബിൾ നൗൺസ് എന്നിവയ്ക്ക് മുന്നിലാണ് നമ്മൾ കൂടുതലായിട്ടും ഉപയോഗിക്കുന്നത്. ഒരു പ്രത്യേക വസ്തുവിനെയോ വ്യക്തിയെയോ സൂചിപ്പിക്കാനായിട്ട് ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞു. ദിസ് ഈസ് ദ ബൈക്ക് ദാറ്റ് ഹിറ്റ് മീ. ഈ ബൈക്കാണ് എന്നെ ഇടിച്ചത്. അപ്പോൾ ഈ എന്ന് ചൂണ്ടിക്കാണിക്കാനായിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഒരു പ്രത്യേക വസ്തുവിനെയോ വ്യക്തിയെയോ സൂചിപ്പിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്നു. ഒരു ക്ലാസ്സിനെ അല്ലെങ്കിൽ ഗണത്തിനെ കാണിക്കുന്ന നാമത്തിന് മുമ്പിൽ ഉപയോഗിക്കുന്നത് നോക്കാം. ദ ഡോഗ് ഈസ് എ ഫെയ്ത്ത്ഫുൾ ആനിമൽ. നായ ഒരു വിശ്വസനീയമായ ഒരു ആനിമലാണ്. അപ്പോൾ ആ ഒരു നായയുടെ ആ വർഗത്തെ മുഴുവനും നമ്മൾ കാണിക്കാനായിട്ടാണ് നാമത്തിന് മുന്നിൽ ഉപയോഗിച്ചത്. അതുപോലെ ദ ബേർഡ് ഈസ് എ ബ്യൂട്ടിഫുൾ സിംഗർ. അപ്പോൾ പക്ഷികളെല്ലാം നല്ല സിംഗേഴ്സാണ് എന്ന് കാണിക്കാനായിട്ടാണ് നമ്മളവിടെ ഉപയോഗിച്ചത്. അപ്പോൾ ഇതിൽ നിന്ന് ഒരു പ്രത്യേക ഗണത്തിനെ മൊത്തത്തിൽ പറയാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. കമ്പാരിറ്റീവ് ആഡ്വേർബ്സിന് മുമ്പിൽ ഉപയോഗിക്കുന്നു. ആഡ്വേർബ്സ് എന്താണ്? വെർബിനെ വിശേഷിപ്പിക്കുന്നതാണ് ആഡ്വേർബ്സ്. ദ ഹയർ യു ക്ലൈംബ് ദ കൂളർ യു ഫീൽ. അതായത് ഒരു സെൻറ്റൻസിൽ തന്നെ രണ്ട് ഭാഗങ്ങളായിട്ട് കമ്പാരിറ്റീവ് ഡിഗ്രീസ് വരാണ്. രണ്ട് ക്ലോസ് ആയിട്ടാണ് അത് വരുന്നത്. അപ്പോൾ എത്രത്തോളം ഉയരം നീ കയറുന്നുവോ അത്രത്തോളം തന്നെ നിനക്ക് തണുപ്പ് അനുഭവപ്പെടും എന്നാണ് ഇതിൽ പറയുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ കമ്പാരിറ്റീവ് ഡിഗ്രീസിൻ്റെ മുന്നിൽ എന്തായാലും നമ്മൾ ചേർക്കേണ്ടി വരും. അടുത്ത സെൻറ്റൻസ് നോക്കാം. ദ ഫാസ്റ്റർ യു റൺ ദ മോർ യു ടയർഡ് യു ഗെറ്റ്. എത്രയോ ഫാസ്റ്റിൽ നമ്മൾ ഓടുമ്പോൾ അത്രയും തന്നെ നീ ടയേർഡ് ആവും എന്നാണ് പറയുന്നത്. അഡ്ജക്റ്റീവ്സിന് മുമ്പിൽ ഉപയോഗിക്കുന്നു. വി ഔട്ട് ടു ഹെൽപ്പ് ദ പുവർ. നമുക്ക് ദരിദ്രരെ സഹായിക്കണം. ഇവിടെ അഡ്ജക്റ്റീവ്സ് വരുന്നത് പുവറാണ്. അപ്പോൾ ദ പുവർ എന്ന് നമ്മൾ പറയുന്നു. ഷിപ്സ്, ട്രെയിൻസ്, എയ്റോപ്ലെയിൻസ്, സ്പേസ് ക്രാഫ്റ്റ് തുടങ്ങിയവയുടെ പേരിന് മുന്നിൽ നമ്മൾ ഉപയോഗിക്കുന്നു. എക്സാമ്പിൾ ദ ടൈറ്റാനിക്, ദ വിവേക് എക്സ്പ്രസ് എന്നിവ. ഇനി ശരീരഭാഗങ്ങൾക്ക് മുമ്പിൽ ഉപയോഗിക്കുന്നു. ദർ ഈസ് എ ഫ്രാക്ചർ ഇൻ ദ നീ. ദ ഐസ് ആർ ടയേർഡ് ഫ്രം റീഡിങ്. സ്പെസിഫിക് ആയിട്ട് പറയുമ്പോൾ എന്തായാലും നമ്മൾ ഉപയോഗിക്കണം. ജനറലായിട്ട് പറയുന്ന സെൻറ്റൻസുകളിൽ നമ്മൾ ആർട്ടിക്കിൾസ് ഉപയോഗിക്കില്ല. ഓർഡിനൽ നമ്പേഴ്സിന് മുമ്പിൽ ചേർക്കുന്നു. ദിസ് ഈസ് ദ ലാസ്റ്റ് വാർണിംഗ്. ദ ഫസ്റ്റ് പ്രൈസ് വെൻ ടു ജോൺ. ദ സെക്കൻഡ് ഓപ്ഷൻ ഈസ് മോർ എക്സ്പെൻസീവ്. അപ്പോൾ ഓർഡിനൽ നമ്പേഴ്സിന് മുന്നിൽ ചേർക്കുന്നു. മോർണിംഗ്, ആഫ്റ്റർനൂൺ, ഈവനിങ് തുടങ്ങിയവയ്ക്ക് മുമ്പിൽ ചേർക്കുന്നു. ഐ വിൽ മീറ്റ് മൈ ഫ്രണ്ട് ഇൻ ദ മോർണിംഗ്. പ്രൊഫഷൻ, ജോബ് തുടങ്ങിയ പദങ്ങൾ ചേർന്ന് വരുന്ന തൊഴിലിൻ്റെ പേരിന് മുമ്പിൽ നമ്മൾ ഉപയോഗിക്കുന്നു. അതിന് എക്സാമ്പിളാണ് ഹീ ലൈക്സ് എ ബാങ്കിങ് പ്രൊഫഷൻ. ഇനി ദ CEO മെയ്ഡ് എ സ്റ്റേറ്റ്മെൻറ്റ് അബൌട്ട് ദ കമ്പനീസ് ഫ്യൂച്ചർ. സ്പെസിഫിക് ആയിട്ട് ഒരു പ്രൊഫഷൻ പറയുകയാണെങ്കിൽ അതിൻ്റെ മുന്നിൽ നമ്മൾ ഉപയോഗിക്കുന്നു. ദ ടീച്ചർ ഗേവ് ആസ് എ ലോഡ് ഓഫ് ഹോം വർക്ക്. സ്പെസിഫിക് ആയിട്ട് പറയുകയാണെങ്കിലും അവിടെ നമ്മൾ ഉപയോഗിക്കും. സൂപ്പർലേറ്റീവ് ഡിഗ്രിക്ക് മുമ്പിലും ഉപയോഗിക്കുന്നു. രാജു ഈസ് ദ ടോളസ്റ്റ് ബോയ്. ദ ബെസ്റ്റ് മൂവി ഐ ഹാവ് നെവർ സീൻ. ലോകത്തിൽ ഒന്ന് മാത്രമുള്ള വസ്തുക്കളുടെ പേരിന് മുന്നിൽ ചേർക്കുന്നു. ദ സൺ, ദ സ്കൈ, ദ എർത്ത്, ദ ഇക്വേറ്റർ എന്നിവയെല്ലാം. ഓഷ്യൻ, സീ, ലേക്ക്, റിവർ, കനാൽ, സ്ട്രെയിറ്റ്, ഫോറസ്റ്റ്, ഡിസേർട്ട്, മൗണ്ടൻ റേഞ്ചസ്, പ്ലാറ്റ്യൂ, പ്ലെയിൻ, ആർക്കിപ്പെലാഗോ, ഗൾഫ് തുടങ്ങിയവയുടെ പേരിന് മുന്നിൽ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. എക്സാമ്പിൾ നോക്കാം. ദ പസഫിക് ഓഷ്യൻ, ദ അറേബ്യൻ
the Ganges, the Panama Canal, the Persian Gulf, the Gir എന്നിവ. ഇവയിൽ സ്ട്രെയിറ്റ് എന്താണ്? കടലിടുക്കാണ്. മൗണ്ടൻ റേഞ്ചസ് പർവ്വതനിരകൾ. പ്ലാറ്റ്യൂ എന്ന് പറയുന്നത് പീഠഭൂമികളാണ്. പ്ലെയിൻസ് സമതലങ്ങൾ. ആർക്കിപ്പെലാഗോ എന്ന് പറയുന്നത് ദ്വീപസമൂഹങ്ങളാണ്. എന്നാൽ ഒരു ഐലൻഡ്, മൗണ്ടെയിൻ, പീക്ക്, ഹിൽ തുടങ്ങിയവയ്ക്ക് മുമ്പിൽ ദ ഉപയോഗിക്കില്ല. എക്സാമ്പിൾ എവറസ്റ്റ്, ശ്രീലങ്ക എന്നിവ. എവറസ്റ്റ് ഒരു മൗണ്ടെയിൻ ആണല്ലേ, അതിന് നമ്മൾ ദ ഉപയോഗിക്കില്ല. അപ്പോൾ മൗണ്ടൻ റേഞ്ചസ് ഏതാണ്? ദ ഹിമാലയാസ്, അത് പർവ്വത നിരകളാണ്, അവിടെ നമ്മൾ ദ ഉപയോഗിക്കുന്നു. എവറസ്റ്റ് ഒരു കൊടുമുടിയാണ്, അതിൽ നമ്മൾ ദ ഉപയോഗിക്കില്ല. ദിക്കുകൾക്ക് മുമ്പിൽ നമ്മൾ ദ ഉപയോഗിക്കാറുണ്ടല്ലേ. എക്സാമ്പിൾ നോക്കാം. ദ നോർത്ത്, ദ സൗത്ത് വെസ്റ്റ് എന്നിവ. ഇനി ചുരുക്കെഴുത്തുകൾക്ക് മുമ്പിലും നമ്മൾ ദ ഉപയോഗിക്കും. എക്സാമ്പിൾ നോക്കാം. ദ UNO, ദ MLA എന്നിവയെല്ലാം. പുണ്യഗ്രന്ഥങ്ങൾ, ഇതിഹാസങ്ങൾ, ക്ലാസിക്കൽ പുസ്തകങ്ങൾ, റെഫറൻസ് ബുക്ക് തുടങ്ങിയവയുടെ പേരിന് മുന്നിൽ ദ ഉപയോഗിക്കണം. എക്സാമ്പിൾ നോക്കാം. ദ മഹാഭാരത, ദ രാമായണ, ദ ബൈബിൾ, ദ ഇലിയഡ്, ദ എൻസൈക്ലോപീഡിയ തുടങ്ങിയവ. രാജ്യങ്ങളുടെ പേരിൻ്റെ ചുരുക്കെഴുത്തിനും പൂർണ്ണ രൂപങ്ങൾക്ക് മുമ്പിലും ദ ഉപയോഗിക്കുന്നു. എക്സാമ്പിൾ ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക, ദ UAE. ഒരു രാജ്യത്തെ നിവാസികൾക്ക് മുമ്പിൽ ദ ഉപയോഗിക്കുന്നു. എക്സാമ്പിൾ ദ ഇന്ത്യൻസ്, ദ ഡച്ച് എന്നിവയെല്ലാം. ഒരു പ്രത്യേക വിഭാഗത്തിലെ ആളുകൾക്ക് മുമ്പിലും ദ ഉപയോഗിക്കുന്നു. ദ ആര്യൻസ്, ദ നീഗ്രോസ് എന്നിവ. പദവികളുടെയും തലക്കെട്ടുകളുടെയും മുമ്പിൽ ദ ഉപയോഗിക്കുന്നു. ദ പ്രസിഡന്റ്, ദ സെക്രട്ടറി എന്നിവ. ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ്, ബാങ്ക്സ്, ന്യൂസ് പേപ്പർ, മാഗസീൻസ് തുടങ്ങിയവയുടെ പേരിന് മുമ്പിൽ ദ ഉപയോഗിക്കാം. ദ ഇന്ത്യൻ എക്സ്പ്രസ്, ദ ഫോബ്സ്, ദ കനറ ബാങ്ക് എന്നിവ. എന്നാൽ ലാംഗ്വേജിന് മുമ്പിൽ ദ ഉപയോഗിക്കില്ല. ഹിന്ദി, ഫ്രഞ്ച്, മലയാളം എന്നിവ.